ഹലോ ഫ്രണ്ട്സ്. ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയുടെ വീട്ടിലെത്തിയ ശാലിനി വിഷ്ണുവിന്റെ കാല് പിടിച്ച് പൊട്ടിക്കരയുന്ന കാഴ്ച കണ്ട് വിഷ്ണുവിന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. വിഷ്ണു ഉടനെ തന്നെ ശാലിനിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ശാലിനിയെ ആശ്വസിപ്പിക്കാനായി ഒരുങ്ങുമ്പോൾ വിഷ്ണുവിന്റെ കൈകൾ ശാലിനിക്ക് മുകളിലേക്കായി അങ്ങനെ ഉയർന്നു വരുന്നത് കണ്ട് കാർത്തിക വിഷ്ണുവിനെ നോക്കുന്നു. ഒരിക്കലും അവരുടെ കള്ളത്തരങ്ങൾ പുറത്തു കാട്ടരുത് എന്ന ഒരു താക്കീത് കാർത്തികയുടെ ആ മുഖഭാവത്തിൽ നിന്ന് വിഷ്ണു മനസ്സിലാക്കി. ആകെ വേദനയോടെ വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി തന്റെ കാൽച്ചുവട്ടിൽ കിടന്ന് കരയുന്നത് കണ്ട് സത്യഭാമ ഉടനെ തന്നെ വിഷ്ണുവിന്റെ അരികിൽ നിന്ന് ശാലിനിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടും എല്ലാ സത്യങ്ങളും എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടും നാണമില്ലല്ലോടി, പട്ടിയെപ്പോലെ വന്നതെന്ന് ഇങ്ങനെ നിനക്ക് മോങ്ങാൻ. നീ വലിയ കളക്ടറാണെന്നൊന്നും ഞാൻ നോക്കില്ല. എൻ്റെ വീട്ടിൽ വന്ന് നീ ഇങ്ങനെ നാടകം കളിച്ചാലുണ്ടല്ലോ, നിനക്കിങ്ങനെ പൊറാട്ട് നാടകം കളിക്കാനുള്ള സ്ഥലമല്ല ഇത്. ഇത് സത്യഭാമയുടെ വീടാണ്. ഇനിയും ഇത് ഇവിടെ കിടന്ന് തുടർന്നാൽ കുറ്റിച്ചൂലെടുത്ത് നിന്നെ അടിച്ചിറക്കും ഞാൻ എന്ന് സത്യഭാമ ശാലിനിയോട് പറയുമ്പോൾ അപ്പുറത്ത് മാറി നിന്ന് കേൾക്കുന്ന മധുശ്രീ ആ വാക്കുകൾ കേട്ട് വളരെയേറെ സന്തോഷിക്കുന്നു. അങ്ങനെ തന്നെ വേണം അവൾക്കെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനിയുടെ നേരെയുള്ള സത്യാമ്മയുടെ വാക്കുകൾ കേട്ട് സങ്കടത്തോടെ ശാരദാമ്മ പറഞ്ഞു, സത്യാമ്മേ, ഇങ്ങനെയൊന്നും ചെയ്യരുത് സത്യാമ്മേ, എൻ്റെ മോളെ ചതിക്കരുത് എന്ന് സത്യഭാമയോട് കേണപേക്ഷിക്കുന്ന ശാരദാമ്മയുടെ അരികിലേക്ക് വന്ന് സത്യഭാമ ചോദിച്ചു, അത് ശരി, ചതിക്കരുതെന്ന് അല്ലേ? അങ്ങനെ ഒരു വാക്ക് പറയാനുള്ള അവകാശമോ ഉളുപ്പോ നിങ്ങൾക്കില്ലേ മനുഷ്യൻ? നിങ്ങളല്ലേ ശരിക്കും ചതി നടത്തിയത്? ആരാണ് ചതിച്ചത്? നിങ്ങളുടെ മകള്. ഇവൾ ഇത്രയും വർഷക്കാലം 6 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മകൻ്റെ ഭാര്യയായി ഒപ്പം കഴിഞ്ഞവളാണവൾ. അവൾ ഒരു സുപ്രഭാതത്തിൽ ആരോടും പറയാതെ അവൾ എങ്ങോട്ടോ മാഞ്ഞു. അതിനുശേഷം 6 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം. 6 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒക്കത്ത് ഒരു കൊച്ചിനെയും കൊണ്ട് ഇവിടെ വരുന്നു. ഇതൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു തരണമെന്നാണോ പറയുന്നത്? ഒരു കുഞ്ഞുമായിട്ട് ഇവൾ ഇവിടേക്ക് വലിഞ്ഞു കയറി വരുമ്പോൾ അതൊക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും ഞങ്ങളങ്ങ് നടിക്കണോ? 6 വർഷത്തെക്കാലം പ്രായം കുറവുള്ള ഒരു കൊച്ചിനെയും കൊണ്ട് ഇവളിവിടേക്ക് വരുമ്പോൾ അവളെ ഞങ്ങളെന്താ ഈ വീട്ടിൽ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണോ എന്ന് സത്യഭാമ ശാലിനിയെക്കുറിച്ച് ശാരദാമ്മയോട് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മറുപടി പറയാനാകാതെ ശാരദാമ്മ അങ്ങനെ നിൽക്കുന്നു. അത് കേട്ടതും സത്യഭാമ പറഞ്ഞു, അതെ, ഇവളെയൊക്കെ പറയേണ്ട പേര് എൻ്റെ നാക്കിൽ അറപ്പോടെ വരികയാണ് എന്ന് പറയുമ്പോൾ ഉടനെ ശാലിനി വേഗം സത്യാമ്മയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, സത്യാമ്മേ, ഞാൻ വിഷ്ണുവേട്ടനെ ഒരിക്കലും ചതിച്ചിട്ടില്ല. ഒരിക്കലും എനിക്ക് അങ്ങനെ ആകാനും കഴിയില്ല. ഒരിക്കലും എനിക്ക് എൻ്റെ വിഷ്ണുവേട്ടനെ ചതിക്കാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ ഉടനെ ശാലിനിയുടെ അരികിലേക്ക് എത്തി സത്യഭാമ ശാലിനിയുടെ മുഖം തന്നെ നേരെ പിടിച്ചിട്ട് ചോദിച്ചു, അതെ, നീ പിന്നെ ഞാൻ എങ്ങനെയാണ് ഇതിനെ വിശ്വസിക്കേണ്ടത്? നീ പറയുന്നത് പോലെ നീ എൻ്റെ മകനെ ചതിച്ചില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നിനക്ക് എങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടായത്? അതെ, നീ എങ്ങനെയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയത്? ഉത്തരകാമേഷ്ടി യാഗം നടത്തിയപ്പോൾ ഒരു മുനി മാമ്പഴം തന്ന് അത് കഴിച്ചിട്ടാണെന്നും സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചാണെന്നും ഒക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് മറ്റുള്ളവരെ മണ്ടരാക്കാൻ നോക്കണ്ട കേട്ടോ. ഇത് കലിയുഗമാണ്, കലിയുഗം എന്ന് സത്യഭാമ ശാലിനിയോട് പറയുമ്പോൾ ഇത് കേട്ട രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, നീ അവളെ വിശ്വസിക്ക്. അത് കേട്ടതും സത്യഭാമ പറഞ്ഞു, ശരി, ഞാൻ വിശ്വസിക്കാൻ രാഘവേട്ട. പക്ഷേ ഇവള് കുഞ്ഞിനെയും കൈ പിടിച്ചുകൊണ്ട് ഇതുവഴി നടക്കുമ്പോൾ നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് എന്താ മറുപടി പറയുക? നാട്ടുകാരെ മാസവും വയസ്സും പ്രായവും വർഷവും ഒക്കെ അവർ കണക്ക് കൂട്ടും. അപ്പോൾ അവരോടും ഇങ്ങനെ പറഞ്ഞാൽ മതിയോ വിശ്വസിക്കാൻ? വിശ്വാസമാണെല്ലാം എന്ന് അങ്ങനെ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, എല്ലാത്തിനും ഒരു വിശ്വാസമുണ്ട്. നമ്മളിപ്പോൾ കഴിയുന്ന ഈ മേൽക്കൂര ഇടിഞ്ഞു താഴേക്ക് വീടില്ല എന്നൊരു വിശ്വാസം, നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് അത് ഭൂമി പിളർന്ന് താഴേക്ക് പോകില്ല എന്നൊരു വിശ്വാസം, അതിനേക്കാളും ഒക്കെ മേലെയാണ് ഒരു ചാരിത്രവതിയുടെ വാക്കുകളുടെ മേലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ അത് കേട്ട സത്യഭാമ ചിരിച്ചുകൊണ്ട് അങ്ങനെ നോക്കിയിട്ട് രാഘവൻ നായരോട് ചോദിച്ചു, ഓ, ഒരു ചാരിത്രവതി നിൽക്കുന്നു അല്ലേ എന്ന് ചോദിച്ച് ശാലിനിയെ കൈ ചൂണ്ടി ഒരു പരിഹാസത്തോടെ സത്യഭാമ ചോദിച്ചു, ഈ ഒരു ചാരിത്രവതി നിൽക്കുന്നു. അത് കേട്ടതും ശാലിനി സത്യാമ്മേ എന്ന് വിളിച്ചിട്ടും, എന്താടി നിനക്ക് പൊള്ളിയോ? നിനക്ക് പൊള്ളിയെങ്കിൽ പറയടി, നീ നിന്നെ അമ്മയെന്ന് വിളിക്കുന്ന ആ സത്യ ആരാണെന്ന് എന്ന് സത്യഭാമ ശാലിനിയോട് ചോദിച്ചു. ആ ചോദ്യം കേട്ടതും അതിനുള്ള വ്യക്തമായ മറുപടി പറയുകയാണെങ്കിൽ അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ എന്ന് പറഞ്ഞ് അവിടെ മാറി നിൽക്കുന്ന കാർത്തിയെ പിടിച്ചു വലിച്ച് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ദാ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവര് ഇതുവരെ
ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ല. നീ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, നീ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ, ആ നിമിഷം ഞാൻ ഇവളുടെ കഴുത്തിൽ കിടക്കുന്ന ഈ താല പൊട്ടിച്ച് ഇവളെ ഇവിടുന്ന് പറഞ്ഞയക്കും. പിന്നെ നീ ആയിരിക്കും എൻ്റെ മരുമകൾ ഈ വീട്ടിലെ. മനസ്സിലായോ? നിനക്ക് എൻ്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ഉണ്ടെങ്കിൽ മാത്രമെന്ന് സത്യഭാമ ഓർമ്മപ്പെടുത്തുമ്പോൾ ശാലിനി ആകെ പകച്ചു. ശാലിനിയുടെ നേരെയുള്ള സത്യാമ്മയുടെ ചോദ്യങ്ങളെക്കുറിച്ചോർത്ത് ശ്യാം ആകെ ആശങ്കയിലായി. എല്ലാവരും ശാലിനിയുടെ മറുപടി എന്താണെന്നറിയാൻ ഞെട്ടലോടെ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ സത്യഭാമ ചോദിച്ചു, പറ, നിന്നെ അമ്മയെന്ന് വിളിക്കുന്ന സത്യ നിന്റെ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ശാലിനി ആകെ ഞെട്ടലോടെ നിൽക്കുന്നത് കണ്ട് ശ്യാമ അവിടെ നിന്ന് തൊഴുകൈകളോടെ കണ്ണുനീരോടെ ശാലിനിയെ നോക്കി. കുഞ്ഞേച്ചി പറയരുത് എന്നുള്ള ഒരു യാചന കൂടി ശ്യാമയുടെ മുഖത്ത് നിന്ന് ശാലിനി തിരിച്ചറിഞ്ഞു. സത്യഭാമ വീണ്ടും ശാലിനിയോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. പറ, ആ സത്യ ആരാണെന്ന് പറയടി എന്ന് പറഞ്ഞപ്പോൾ അടുത്ത് നിന്ന് ശാരദാമ്മ പറഞ്ഞു, മോളെ പറയടി. അത് കേട്ടതും ശാലിനി ആകെ വേദനയോടെ സത്യഭാമയോട് താൻ അത് പറഞ്ഞാലുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ഓർത്തു. തൻ്റെ ജീവിതത്തിലെ ആ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ, താൻ ഇത്രയും നാളും കടന്നുപോയ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ, ശ്യാമയ്ക്ക് കുഞ്ഞിനെ സമ്മാനിക്കുമെന്നും പിന്നീട് പ്രസവിച്ച നിമിഷം തന്നെ ശ്യാമയ്ക്ക് കുഞ്ഞിനെ കൈമാറിയതും അതിനുശേഷം ഒരു കുഞ്ഞുകൂടി തനിക്കുണ്ടെന്നുള്ള സത്യം അറിഞ്ഞതും പിന്നീട് കഴിഞ്ഞ ദിവസം സത്യങ്ങളെല്ലാം സത്യാമ്മയോട് തുറന്നു പറയാനായി പോയപ്പോൾ ശ്യാമ തൻ്റെ മുന്നിൽ വന്ന് വെല്ലുവിളിച്ച് ആത്മഹത്യാ ഭീഷണിയുമായി ഉയർത്തിയതുമൊക്കെ ശാലിനി ആ നിമിഷം ഓർമ്മിച്ചു. അതിനുശേഷം തൻ്റെ വിഷ്ണുവേട്ടൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വിഷ്ണുവിനോടൊപ്പം ഉണ്ടായ ആ നിമിഷങ്ങൾ ഓരോന്നും ശാലിനിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. വിഷ്ണുവേട്ടൻ തൻ്റെ പിന്നാലെ ഓടി വന്നതുമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ശാലിനിയുടെ മനസ്സിലേക്ക് ഓരോന്നോരോന്നായി പിന്നാലെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സത്യഭാമ വീണ്ടും ചോദിച്ചു, എന്താ, നിനക്ക് മറുപടിയൊന്നുമില്ലേ? പറയാ മറുപടിയൊന്നുമില്ലേ എന്ന് ശാലിനിയോട് വീണ്ടും സത്യഭാമ ചോദിക്കുമ്പോൾ ശാലിനി പറഞ്ഞു, പറയാം, ഞാൻ സത്യം പറയാം എന്ന് സത്യാമ്മയോട് ശാലിനി പറഞ്ഞു. എന്താണെന്ന നിലയിൽ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തു നിൽക്കുമ്പോൾ ശാലിനി പറഞ്ഞു, സത്യ ഇവിടുത്തെ ചോരയാണ്. അത് കേട്ടതും സത്യഭാമ ആകെ ഞെട്ടലോടെ നോക്കി. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, സത്യാമ്മയുടെ പേരക്കുട്ടി. അത് കേട്ടപ്പോഴേക്കും എല്ലാവരും ആകെ ഞെട്ടി. സത്യഭാമയുടെ പേരക്കുട്ടിയാണെന്ന്, സത്യാമ്മയുടെ സ്വന്തം ചോരയാണ്, ഒരേ രക്തമാണ് എന്ന് ശാലിനി ആ രഹസ്യം വെളിപ്പെടുത്തിയപ്പോൾ സത്യഭാമയ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, എന്താ മോളെ നീ പറയുന്നത്? ഇതെങ്കിൽ നിനക്ക് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ചോദിച്ച് ശാലിനിയുടെ കവിളത്ത് പിടിച്ചുകൊണ്ട് സത്യഭാമ വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു. ശാലിനി സത്യഭാമയുടെ ആ മാറ്റത്തെ ഉൾക്കൊള്ളാനാകാതെ ഞെട്ടിത്തെറിച്ചങ്ങ് നിൽക്കുമ്പോൾ ശാരദാമ്മയും പിള്ളേച്ചനുമൊക്കെ സാധുക്കളായവരെല്ലാം വളരെ പ്രതീക്ഷയോടെ നോക്കി. ശാലിനിയെ സത്യഭാമ തിരിച്ചറിഞ്ഞുവെന്നും ശാലിനിയെ സ്വീകരിക്കാൻ തയ്യാറായെന്നും ശാലിനിയെ വിശ്വസിച്ചു എന്നുള്ള തെറ്റിദ്ധാരണ അവിടെ നിന്ന് ആ പാവങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. പെട്ടെന്ന് സത്യഭാമ പറഞ്ഞു, ഇനി മോളെ, നിനക്കിത് നേരത്തെ പറഞ്ഞുവിടായിരുന്നോ? എങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ലോ എന്ന് പറഞ്ഞു വേഗം സത്യഭാമ പിന്തിരിഞ്ഞ് പൊന്നിയെ വിളിച്ചു. പൊന്നി, എൻ്റെ മരുമകളെ സ്വീകരിക്കാൻ എടുത്തോണ്ട് വായില്ല എന്ന് പറഞ്ഞു. ശരി സത്യാമ്മ എന്ന് പറഞ്ഞ് പൊന്നി പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ എല്ലാവരും ആകെ ഞെട്ടി. വിഷ്ണുവും സത്യഭാമയുടെയും മാറ്റത്തിൽ വിശ്വസിക്കാനാകാതെ നിൽക്കുമ്പോൾ പൊന്നി പോകാൻ തുടങ്ങുന്നത് കണ്ട് സത്യഭാമ പറഞ്ഞു, എടി പൊന്നി നിൽക്കുക, നീ എന്താ എടുത്തോണ്ട് വരുന്നത് എന്ന് ചോദിച്ചതും ആരതിത്തട്ടമല്ലേ സത്യാമ്മ എന്ന് ചോദിച്ചപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, അല്ലല്ല, എൻ്റെ മരുമകളെ സ്വീകരിക്കാനായിട്ട് ഒരു ബക്കറ്റ് ചാണകവെള്ളമാണ് വേണ്ടത് എന്ന് സത്യഭാമ ശാലിനിയുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞ്, ഇവളുടെ തലവഴി കമത്താനായിട്ട് എന്ന് സത്യഭാമ പറയുന്നത് കേട്ട് എല്ലാവരും ആകെ അന്തിച്ചു നിന്നു. അപ്പോഴേക്കും മധുശ്രീ ആ കാഴ്ചകളൊക്കെ കണ്ട് വളരെയേറെ സന്തോഷിച്ചു. വിഷ്ണു വീണ്ടും തൻ്റെ ശാലിനി അമ്മ അപമാനിക്കുന്നത് കണ്ട് സങ്കടത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമയുടെ ആ മറുപടി കേട്ട് ശ്യാമയും ആകെ ഞെട്ടി. സത്യഭാമ അതൊരിക്കലും വിശ്വസിക്കില്ലെന്ന് മനസ്സിലായതോടെ വേഗം ശാലിനിയുടെ അരികിലേക്ക് എത്തി സത്യാമ്മ ശാലിനിയെ തള്ളി ശാരദാമ്മയുടെ അരികിലേക്ക് ഇട്ടു. ദേ, ഇനി മേലാൽ ഇതുപോലെയുള്ള നാടകങ്ങളുമായി എൻ്റെ മുന്നിൽ വന്നാലുണ്ടല്ലോ, നീ എന്താ വിചാരിച്ചത് ഇവിടെയുള്ളവരെല്ലാം മണ്ടികളാണെന്നോ? എവിടെ നിന്നോ ഒരു കൊച്ചിനെയും കൊണ്ട് ഇവിടേക്ക് വന്നിട്ട് അത് ഇവിടുത്തെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങ് വിശ്വസിക്കുകയല്ലേ? 6 വർഷമായി ഇവിടെ നിന്ന് ആ കുഞ്ഞ് നീ ഈ വീടിൻ്റെ പടിയിറങ്ങിപ്പോയിട്ട് 6 വർഷത്തേക്കാൾ പ്രായം കുറവുള്ള ആ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്ന് നീ എന്നോട് പറയാ ഇത് ഇവിടുത്തെ ചോരയാണെന്ന്. അതെ, അതൊക്കെ അങ്ങ് വിശ്വസിക്കുന്ന ഒരു മണ്ടിയല്ല ഈ സത്യഭാമ എന്ന് പറഞ്ഞ് ശാലിനിയുടെ നേരെ സത്യഭാമ ദേഷ്യപ്പെടുമ്പോൾ ശാരദാമ്മ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, സത്യാമ്മേ,
നശിപ്പിക്കരുത് എൻ്റെ മകളുടെ ജീവിതം എന്ന് പറയുമ്പോൾ സത്യഭാമ പറഞ്ഞു, നിങ്ങൾ മിണ്ടരുത് ശാരദാമ്മേ, നിങ്ങൾക്ക് മിണ്ടാനുള്ള യോഗ്യതയില്ല, നിങ്ങൾക്ക് നാണമില്ലേ, നിങ്ങളുടെ മകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാൻ, നിങ്ങൾ 3 മക്കളെ പ്രസവിച്ചതല്ലേ എന്ന് ചോദിച്ചപ്പോൾ സത്യഭാമയോട് ശാരദാമ്മ ചോദിച്ചു, എൻ്റെ മോൾ എന്ത് തെറ്റ് ചെയ്തെന്നാ സത്യഭാമ പറയുന്നത്? ശാരദാമ്മയുടെ വാക്കുകൾ കേട്ട് സത്യഭാമ അരികിലേക്ക് എത്തി ചോദിച്ചു, നിങ്ങൾക്ക് നാണമില്ലേ ശാരദാമ്മേ ആ വാക്ക് ചോദിക്കാൻ? ചതി ചെയ്തരുതെന്ന് അല്ലേ? ചതിയും വഞ്ചനയും ഒക്കെ എൻ്റെ മോനോട് കാട്ടിയത് നിങ്ങളുടെ മകളാ. 6 വർഷം അവൻ്റെ അരികിൽ നിന്ന് അകന്നു നിന്നിട്ട് അവൻ്റെ താലിയും കഴുത്തിലിട്ട് മറ്റൊരുവൻ്റെ എന്ന് പറഞ്ഞ് സത്യഭാമ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ശാലിനിയെ വാക്കുകൾ കേട്ട് സത്യാമ്മേ എന്ന് വിളിച്ചു. കലിയോടെ സത്യഭാമ ശാലിനിയെ നോക്കുമ്പോൾ ശാലിനി സത്യാമ്മയുടെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, സത്യാമ്മേ, ഞാൻ പറഞ്ഞത് സത്യമാ. സത്യ ഈ വീട്ടിലെ ചോരയാണ്, നിങ്ങളുടെ രക്തം എന്ന് സത്യഭാമയെ നോക്കി ശാലിനി പറഞ്ഞു. സത്യാമ്മയുടെ പേരക്കുട്ടിയാ സത്യ എന്ന് ശാലിനി പറയുമ്പോഴേക്കും സത്യഭാമയുടെ നേരെയുള്ള വിരൽ ചൂണ്ടിയുള്ള ശാലിനിയുടെ വാക്കുകൾ കേട്ട് സത്യഭാമ ശാലിനിയുടെ ആ കൈ തിരിച്ചു പിടിച്ചിട്ട് പറഞ്ഞു, എന്നാ ശരി പറയടി, എൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നീ പറ. നീ എന്ന് ആ കുഞ്ഞിനെ പ്രസവിച്ചു? ഏത് ദിവസം പ്രസവിച്ചു? ഏത് മാസം? ഏത് വർഷം? ഏത് ഹോസ്പിറ്റലിൽ? ഏത് ഡോക്ടർ? ഏത് നേഴ്സ്? ഏത് ജില്ല? ഏത് സംസ്ഥാനം? ഏത് ജില്ല? ഏത് കോർപ്പറേഷൻ? കൊച്ചിന് ജനന സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ നഗരസഭ ഏത്? പറയടി, ഇതിനെല്ലാത്തിനുള്ള മറുപടി നീ പറ എന്ന് സത്യഭാമ ഇടതടവില്ലാതെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങനെ ശാലിനിയുടെ നേരെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് ശാലിനിയും ശാരദാമ്മയും. മറുപടി നൽകാൻ തന്റെ നാവിൻ തുമ്പിലുണ്ടായിട്ടും സത്യാമ്മയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാകാതെ ശാലിനിയുടെ മനസ്സിലേക്ക് ആ നിമിഷം കടന്നു വന്നത് ശ്യാമയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ഓരോന്നും. ശ്യാമയുടെ കുഞ്ഞാണ്, അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞാണ് ശ്യാമയ്ക്ക് നൽകിയതെന്നുള്ള ആ രഹസ്യം തുറന്നു പറയാനാകാതെ ആകെ ശാരദാമ്മയും ശാലിനിയും അങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ സത്യാമ്മയുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാനാകാതെ ആകെ ഞെട്ടിലൂടെ നിൽക്കുകയാണ് ശാലിനി. ശാലിനിയുടെ തലയിലൂടെ ആ ഒരു നിമിഷം ശ്യാമ പറഞ്ഞ വാക്കുകൾ, സത്യാമ്മയുടെ ചോദ്യങ്ങൾ, ഏത് നിമിഷം, ഏത് ദിവസം, ഏത് വർഷം എന്ന് അങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ശാലിനിയുടെ തലയിലൂടെ കടന്നു പോകുന്നു. സത്യാമ്മ പറഞ്ഞതും ശ്യാമ പറഞ്ഞതും വിഷ്ണുവിൻ്റെ അരികിൽ നിന്ന് അകന്നു പോയതും വിഷ്ണുവേട്ടൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ നിമിഷങ്ങളും അങ്ങനെ എല്ലാം കൂടി ശാലിനിയുടെ തലയിൽ അങ്ങനെ ഒരു നിമിഷം മിന്നൽ വേഗത്തിൽ ഓരോന്നും അങ്ങനെ ഓരോ താളുകൾ എന്നോണം മറഞ്ഞു മറഞ്ഞു പോകുന്നു. അതെല്ലാം കേട്ട് സത്യാമ്മയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയാതെ ശാലിനി ആകെ ആശങ്കപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമ വീണ്ടും വിളിച്ചു, ഡി ശാലിനി, പറ, നിന്നോടല്ലേ പറയാൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പെട്ടെന്ന് കാർത്തികയെ നോക്കി. കാർത്തികയുടെ കഴുത്തിൽ കിടന്ന ആ മാല കൂടി കണ്ടതോടെ താലിമാല കണ്ടതും ആ നിമിഷം ബോധരഹിതയായി ശാലിനി തലചുറ്റി നിലത്തേക്ക് വീണു. ശാലിനി നിലത്ത് വീണ കാഴ്ച കണ്ട് ശാരദാമ്മയും ശ്യാമയും അരികിലേക്ക് ഓടി വന്നു. ആ നിമിഷം ആ കാഴ്ച കണ്ടതെന്ന് ശാലിനിയെ വീണ് കിടക്കുന്ന കണ്ട വിഷ്ണു വേഗം ശാലിനി എന്ന് വിളിച്ച് ശാലിനിയെ പിടിക്കാനായി മുന്നോട്ടാഞ്ഞതും സത്യഭാമ തടഞ്ഞു. വേണ്ട വിഷ്ണു, നിനക്ക് തൊടാൻ വേറെ ആളുണ്ട് എന്ന് പറഞ്ഞ് കാർത്തികയെ നോക്കി വിഷ്ണുവിനോട് സത്യാമ്മ പറയുമ്പോൾ നിലത്ത് തളർന്ന അവശയായി കിടക്കുന്ന ശാലിനിയെ തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാൻ പോലും കഴിയാതെ വിഷ്ണു ആകെ നെഞ്ച് പൊടിയുന്ന വേദനയിൽ അവിടെ നിന്നു. കാർത്തികയെ വിഷ്ണു നോക്കുമ്പോൾ ആകെ സങ്കടത്തോടെ കാർത്തികയും വിഷ്ണു നോക്കി. അപ്പോഴേക്കും രാഘവനാർ പറഞ്ഞു, പൊന്നി, വേഗം പോയി വെള്ളം എടുത്തോണ്ട് വാ. അപ്പോഴേക്കും ശരി സാറേ എന്ന് പറഞ്ഞ് പൊന്നി വെള്ളം എടുക്കാനായി പോകുന്ന നേരത്ത് ശാരദാമ്മയും ശ്യാമയും ശാലിനിയെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. ശ്യാമ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്ന് വിളിച്ച് കുറേ തവണ ശാലിനിയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുമ്പോൾ എന്താ സംഭവിച്ചെന്നറിയാതെ എല്ലാവരും ആകെ ടെൻഷനായി. അപ്പോഴേക്കും മധുശ്രീ അവിടെ നിന്ന് ആ കാറിന്റെ പിന്നിൽ ഒളിച്ചിരുന്ന മധുശ്രീ മനസ്സിൽ പറഞ്ഞു, ഓ, ഇതോടെ അവളങ്ങ് തീർന്നു പോയാൽ എൻ്റെ കാര്യങ്ങൾ എളുപ്പമായേനെ. അങ്ങനെ ആലോചിച്ചുകൊണ്ട് അവിടെ മറഞ്ഞിരിക്കുന്ന മധുശ്രീ അതും ഓർത്തങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു ആകെ ദയനീയമായി കാർത്തികയെ നോക്കി. ഒന്നും പറയാനാകാതെ ആകെ വിഷമിച്ച് വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോൾ പൊന്നി വെള്ളവുമായി അവിടേക്ക് എത്തുന്നു. വെള്ളം കയ്യിൽ കിട്ടിയതും ശാലിനിയുടെ മുഖത്തേക്ക് വെള്ളം തെളിച്ചു. അപ്പോഴേക്കും ശാലിനി പതുക്കെ കണ്ണുകൾ തുറന്നു. അതോടെ ശാരദാമ്മയ്ക്ക് ആശ്വാസമായി. ഇടി മോളെ ശാലിനി എന്ന് വിളിച്ചതും പതുക്കെ കണ്ണു തുറന്ന ശാലിനി ആകെ ദയനീയമായിട്ട് അങ്ങനെ കിടക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, അതെ മതി, നിന്റെ അഭിനയമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നീ സീതാദേവിയെ പോലെ പതിവ്രതയാണല്ലോ അല്ലേ?
സീതാദേവി അന്ന് മോഹാലസ്യപ്പെട്ടതുപോലെ അതൊക്കെ ത്രേതായുഗത്തിലാണ്. എന്നാൽ ഇന്ന് ഇവിടെ നിന്റെ ഇത്തരം അടവുകളൊന്നും ഇവിടെ ഫലിക്കാൻ പോകുന്നില്ല. പതിവ്രതയായ സീതാദേവിക്ക് അന്ന് മോഹാലസ്യം സംഭവിച്ച് അവസാനം പാതാളത്തിലേക്ക് അങ്ങ് ഭൂമി പിളർന്ന് അങ്ങ് അന്തർധാനം ചെയ്തു പോയതാണല്ലോ സീതാദേവി. അതുപോലെയൊന്നും നിനക്ക് സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നിന്റെ ഈ അഭിനയൊക്കെ അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോകാൻ നോക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് ശാലിനിയോട് സത്യഭാമ ദേഷ്യത്തോടെ പറഞ്ഞു. പിന്നെ ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമില്ലാതെ ഇനിയും നീ നിന്റെ ഭർത്താവിനെ അന്വേഷിച്ച് ഈ വീട്ടിൽ കയറി വന്നാൽ അന്നെല്ലാം ഇതുതന്നെയായിരിക്കും നിനക്കുള്ള മറുപടി. എന്ന് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നിനക്ക് പറയാനുണ്ടാകുന്നു അന്ന് മാത്രമേ നിനക്ക് നിന്റെ ഭർത്താവിനോട് ഈ വീട്ടിൽ നിന്ന് സംസാരിക്കാൻ കഴിയുമെന്ന് സത്യഭാമ ശാലിനിയോട് പറഞ്ഞു. ആകെ തളർന്നു നിൽക്കുന്ന ശാലിനി വളരെ തളർന്ന അവശയായി വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തി. വിഷ്ണുവിനെ നോക്കുമ്പോൾ വിഷ്ണു ഒന്നും വിശ്വസിക്കാനാകാതെ ഞെട്ടലോടെ ആ നിൽപ്പങ്ങ് നിൽക്കുന്നത് കണ്ട് ശാലിനി അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, വിഷ്ണുവേട്ടാ, ഒന്നും പറയാനില്ലേ? ആ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാനില്ലാതെ വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ എന്തു പറയണമെന്നറിയാതെ സത്യങ്ങൾ കേട്ടതിന്റെ ഞെട്ടലിൽ വിഷ്ണു നിൽക്കുന്ന നേരത്തെ ശാലിനി ആകെ ദയനീയമായി വിഷ്ണുവിനോട് സങ്കടത്തോടെ ചോദിക്കുന്നത് കേട്ട് ഉടനെ സത്യഭാമ പറഞ്ഞു, അവന് പറയാനുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. ഇനി മേലാൽ ഈ വീടിന്റെ പടി നീ ചവിട്ടി വന്നേക്കരുത്. അവന് പറയാനുള്ളതാണ് ദാ ആ നിൽക്കുന്ന പെൺകുട്ടിയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി. അതാണ് നിനക്കുള്ള മറുപടി അവന് പറയാനുള്ളത്. ഇനി അവനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ഇവളാണ് എന്ന് പറഞ്ഞ് കാർത്തികയെ വിഷ്ണുവിന്റെ അരികിലേക്ക് സത്യഭാമ ചേർത്ത് നിർത്തി. ആ നിമിഷം ഇത് കണ്ടുനിന്ന ശാരദാമ്മ ശാലിനിയോട് പറഞ്ഞു, താലിക്ക് വേണ്ടി യാചിക്കേണ്ടത് കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവിന്റെ മുന്നിലാ മോളെ. നീ എന്നിട്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിയവൻ ഇവിടെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടില്ലേ? എന്നിട്ടും നീ എന്തിനടി മോളെ ഇനി ഇവിടെ നിൽക്കുന്നത്? ഇനി നീ ആർക്കു വേണ്ടിയാ യാചിക്കാൻ നിൽക്കുന്നത്? നീ ഇനി ആരോടാ യാചിക്കുന്നത് എന്ന് ചോദിച്ച് സത്യഭാമ ശാരദാമ്മ ശാലിനിയെ ശകാരിക്കുന്നു. ഇതെല്ലാം കേട്ടതും സത്യഭാമ ചോദിച്ചു, ഓ, നിങ്ങളുടെ സംസാരം കേട്ടാല് ഞങ്ങളെന്തോ വലിയ അപരാധം ചെയ്ത പോലെയാണല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ സത്യഭാമേ, സീതാദേവിയെ പോലെ എൻ്റെ മകള് പരിശുദ്ധയാണെന്നും അവൾ ഭൂമി പിളർന്ന് അങ്ങ് പാതാളത്തിലേക്ക് പോകുമെന്നുമൊക്കെ. എന്നാലേ സത്യം എന്ന് പറയുന്നത് അത് എത്ര നാൾ മൂടി വെച്ചാലും അത് മറനീക്കി പുറത്തു വരും. ഇന്ന് നിങ്ങൾ പറഞ്ഞതിനും പ്രവർത്തിച്ചതിനുമൊക്കെ തിരിച്ച് ചിന്തിക്കുകയും അതൊന്നും മാറ്റി പറയാനാകാതെ ആ ചോദ്യങ്ങൾ സ്വന്തം നേരെ തന്നെ അതൊരു കൂരമ്പ് പോലെ വന്ന് തറയ്ക്കുകയും മനസാക്ഷിയെ അന്ന് മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളുണ്ടാകും. അന്ന് നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പശ്ചാത്തപിക്കുകയും ഈ ചോദ്യങ്ങൾക്കൊക്കെ ഈ സംഭവിച്ചതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്ന ഒരു ദിവസം ഉണ്ടാകും. എന്നാൽ അതൊക്കെ ഓർത്തു വെച്ചോ, ഒരു ജീവന് തുല്യം പ്രാണവായു പോലെ പ്രാണനെ പോലെ പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്ന പതിവൃതിയായ ഒരു സ്ത്രീയുടെ വാക്കുകളാണിത് എന്ന് പറഞ്ഞപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, ഓ ശരി ശരി ആയിക്കോട്ടെ. അപ്പോഴേക്കും ശാലിനി വീണ്ടും ആകെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് സത്യഭാമ അരികിൽ നിന്ന് ശാലിനിയെ നോക്കി ശാരദാമ്മ പറഞ്ഞു, ഇനിയും നിനക്ക് വരാറായില്ലേടി, ഇങ്ങോട്ട് ഇറങ്ങി വാടി എന്ന് പറഞ്ഞ് ശാരദാമ്മ ശാലിനിയെ പിടിച്ചു വലിച്ചുകൊണ്ട് കാറിലേക്ക് കൊണ്ടുപോയി കയറ്റുന്നു. ആ കാഴ്ച കണ്ട് സങ്കടത്തോടെ ശ്യാമം നിൽക്കുമ്പോൾ ശാലിനിയെയും കൂട്ടിക്കൊണ്ട് ശാരദാമ്മ കാറിൽ കയറി അവിടെ നിന്ന് പോകുന്നത് വിഷ്ണു ആകെ നെഞ്ചിരിപ്പോടെ അവിടെ നിന്ന് നോക്കുന്നു. ശാരദാമ്മ ശാലിനിയെ കാറിലേക്ക് കയറ്റാൻ തുടങ്ങുമ്പോൾ ശാലിനി വീണ്ടും ആകെ തളർന്ന മനസ്സോടെ വിഷ്ണുവിനെ ഒന്നുകൂടി പിന്തിരിഞ്ഞ് നോക്കുന്നത് കണ്ട് ശാരദാമ്മ പറഞ്ഞു, നിന്നോടല്ലേ കയറാൻ പറഞ്ഞത്? അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ആ കാറിലേക്ക് ശാലിനി കയറി ശാരദാമ്മയോടൊപ്പം ആ വീടിന്റെ പടിയിറങ്ങി പോകുന്ന കാഴ്ച കണ്ട് വിഷ്ണു ആകെ വിഷമത്തോടെ ആ വാതിക്കൽ നോക്കി നിന്നു. വിഷ്ണു അങ്ങനെ നോക്കി നിൽക്കുന്ന നിമിഷത്തിൽ വിഷ്ണുവിന്റെ മനസ്സിലേക്ക് ശാലിനി പറഞ്ഞ വാക്കുകളാണ് എത്തിയത്. സത്യ ആരാണെന്നുള്ള സത്യാമ്മയുടെ ചോദ്യത്തിന് സത്യ ഇവിടുത്തെ ചോരയാണെന്നും ഇവിടുത്തെ കുട്ടിയാണെന്നും ഒരേ രക്തമാണെന്നുമുള്ള ശാലിനിയുടെ വാക്കുകൾ അത് വിഷ്ണുവിന്റെ മനസ്സിൽ കൂടുതൽ സംശയമുണ്ടാക്കുകയും അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തണമെന്നും ശാലിനി പറഞ്ഞതാണെങ്കിൽ അത് സത്യമാണെന്നും അത് എങ്ങനെ തെളിയിക്കുമെന്നതിനെക്കുറിച്ചും വിഷ്ണു ചിന്തിക്കുന്നു. ശാലിനിയെ തള്ളിപ്പറഞ്ഞ് മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയെന്നുള്ള വിഷ്ണുവിന്റെ വാക്കുകൾ ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന കമലൻ വിഷ്ണുവിനെ അരികിലേക്ക് എത്തി ബാൽക്കണിയിൽ നിൽക്കുന്ന വിഷ്ണുവിനെ ചോദ്യം ചെയ്തു. വിഷ്ണു ആകെ സങ്കടത്തോടെ അങ്ങനെ നിൽക്കുന്നത് കണ്ട് കമലിന് അരികിലേക്ക് എത്തി ചോദിച്ചു, ആശാനെ, ആരാ ആ നിൽക്കുന്ന പെൺകുട്ടി എന്ന് ചോദിച്ച് കാർത്തികയെ ചൂണ്ടിക്കാട്ടി ആശാൻ
പെൺകുട്ടിയെന്ന് പറഞ്ഞ ആ പെങ്കൊച്ചാരാന്നാ ചോദിച്ചത് എന്ന് കമലൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ മറുപടി പറയാനില്ലാതെ വിഷ്ണു ആകെ വിഷമിച്ചു. പിന്നീട് പപ്പിമോള് വിഷ്ണുവിന്റെ റൂമിലെത്തി കാർത്തികയെ ചോദ്യം ചെയ്യുന്ന നിമിഷം കാർത്തിക ദേഷ്യത്തോടെ പപ്പിമോളോട് പെരുമാറുകയും പപ്പിമോളുടെ സംസാരം ഇഷ്ടപ്പെടാതെ കാർത്തിക പപ്പിയെ ഉപദ്രവിക്കാനായി കൈ ഉയർത്തുന്ന നിമിഷം അത് കണ്ടെത്തിയ ശ്യാമ കാർത്തികയോട് തട്ടിക്കയറുന്നു. എന്റെ കുഞ്ഞിന് നേരെ കൈ ഉയർത്തിയാൽ അത് ഏത് വലിയ തമ്പുരാട്ടിയാണെങ്കിലും എത്ര വലിയ കൊമ്പത്തെ തമ്പുരാട്ടിയാണെങ്കിലും ആ കൈ ഞാൻ വെട്ടുവെന്ന് ശ്യാമ ദേഷ്യത്തോടെ കാർത്തികയോട് പറയുമ്പോൾ ആകെ പകച്ചു നിൽക്കുകയാണ് കാർത്തിക.